عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയ എന്ന് പറയുന്ന നമ്മൾ വായിച്ച് കേൾക്കുന്ന ഈ പുസ്തകം, അതിൻ്റെ അവസാനത്തെ ഭാഗത്താണ് നമ്മളുള്ളത്. കഴിഞ്ഞ സദസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് ഈ ദിവസം ഈ സദസ്സിൽ വെച്ച് ഇന്ന് ഇത് വായിച്ച് തീർത്ത് പറഞ്ഞ് കേട്ട് നമുക്ക് പോകാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഷെയ്ഖ് റഹ്മഹുല്ല മഹാനായ പണ്ഡിതൻ ഈ അവസാന ഭാഗത്ത് പറയുന്നത് വദീനുല്ലാഹി ഫിൽ അർളി വസ്സമാഇ വാഹിദുൻ വഹുവ ദീനുൽ ഇസ്ലാം. ഖാല അല്ലാഹു തആല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വഖാല തആല റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ വഹുവ ബൈനൽ ഗുലൂവി വത്തഖ്സീരി വബൈന തശ്ബീഹി വത്തഅതീലി വബൈനൽ ജബ്രി വൽ ഖദ്രി വബൈനൽ അംനി വൽ ഇയാസ് എന്നാണ് പറയുന്നത്. മഹാനായ പണ്ഡിതൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ദീന്, അവൻ്റെ അടിമകൾ മലക്കുകളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ജിന്നുകളാണെങ്കിലും മറ്റുള്ള ഏതൊക്കെ അവൻ്റെ സൃഷ്ടികളാണെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന അവർ ദീനായി കൊണ്ട് അനുഷ്ഠിക്കുന്നത് ഫിൽ അർളി വസ്സമാഇ വാഹിദുൻ, ഭൂമിയിലും ആകാശത്തിലുമൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും അവനെ ആരാധിക്കുന്നത് ഒരേ ഒരു ആദർശം, ഒരേ ഒരു ആശയം അത് തന്നെ വെച്ചുകൊണ്ടാണ് എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. ആ പറയുന്ന ദീന് വഹുവ ദീനുൽ ഇസ്ലാം, അത് ദീനുൽ ഇസ്ലാമാണ്. ബഹുമാന ആദരണീയരായ മലക്കുകൾ ഈ പറയുന്ന ദീനുൽ ഇസ്ലാം അനുസരിച്ചാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്. അതാണ് അവരുടെ ദീനായിട്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത്. മനുഷ്യരും ജിന്നുകളും അതാണ് അനുഷ്ഠിക്കേണ്ടത്. മുഅ്മിനീങ്ങളായ ഈ പറയുന്ന മനുഷ്യ ജിന്നുകളായ അടിമകൾ അതാണ് ദീനുൽ ഇസ്ലാമായി അവർ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നത്. അതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടതും അത് തന്നെയാണ്. ഖാല അല്ലാഹു തആല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായത് ഇസ്ലാം ദീന് മാത്രമാകുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഈ ദീനുൽ ഇസ്ലാം അനുസരിച്ച് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നത്. ആ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ അതൊരാൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ അള്ളാഹു തൃപ്തിപ്പെടുകയുള്ളൂ. സ്വാഭാവികമായിട്ടും തൃപ്തിപ്പെടുമ്പോൾ നല്ല പ്രതിഫലങ്ങൾ അതിന് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളാവാൻ സാധിക്കുകയുള്ളൂ ഈ ദീനുൽ ഇസ്ലാം അനുസരിച്ച് പോകുന്ന ആളുകൾക്ക് മാത്രം. വൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന അതിൻ്റെ അസ്ല്, അതിൻ്റെ തറ, അതിൻ്റെ മുരട്, അതിൻ്റെ കാതലും കാമ്പുമായ ഭാഗം തൗഹീദുല്ലാഹിയാകുന്നു. തൗഹീദുല്ലാഹിയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇബാദത്തിന് അർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക. ഇബാദത്തായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളാണെങ്കിലും വിശ്വാസപരമായിട്ടോ പ്രവൃത്തികളോ വാക്കുകളോ ഏതൊക്കെ ഇബാദത്തുകളുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന
എല്ലാ വാക്കുകളും പ്രവൃത്തികളും, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന എല്ലാ വാക്കുകളും പ്രവൃത്തികളും, അതാണ് ഇബാദത്ത്. ആ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ അതിനർഹനുള്ളൂ. ആ ഇബാദത്തുകളുമായി അള്ളാഹുവിലേക്ക് മുന്നിടുക എന്ന് പറയുന്നതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അസ്ല്. അതാണ് അതിൻ്റെ മുരടും അതിൻ്റെ കാമ്പും കാതലും, അതാണ് അതിൻ്റെ തറ. അതാണ് ആ പറയുന്ന അസ്ല് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വീട്, ഒരു സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ തറക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന്. ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ മുരടിനും വേരുകൾക്കും എത്രത്തോളം പ്രസക്തമാണ്. അത് ശക്തമാകുന്നതിനനുസരിച്ചാണ് പടർന്ന് പന്തലിച്ചുകൊണ്ട് അത് ഭൂമിയിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയും. തറ ഭദ്രമാകുന്നതിനനുസരിച്ചാണ് ഒരു സ്ഥാപനം കെട്ടുറപ്പോടുകൂടെ നിലനിൽക്കുകയുള്ളൂ, അതല്ലെങ്കിൽ നിലം പൊത്തും. എന്നതുപോലെ ഈ പറയുന്ന അസ്ല്, നമ്മുടെ ദീനുൽ ഇസ്ലാമിൻ്റെ മുരടും അതിൻ്റെ തറയുമായ തറക്കല്ലുമാകുന്ന തൗഹീദുല്ലാഹി, അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത്. മലക്കുകൾ ഈ പറയുന്ന ആദർശം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ, അള്ളാഹു തെരഞ്ഞെടുത്ത ബഹുമാന ആദരണീയരായ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്ന് പറഞ്ഞ് ദഅവത്ത് നടത്തിയത് മുഴുവനും ഈ പറയുന്ന ഒരു അസ്ല് വെച്ചുകൊണ്ടാണ്. അവിടുന്നാണ് തുടങ്ങിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്തു ആല ഇമ്രാനിൽ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവ. അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റ് ആരും ഒന്നും തന്നെയില്ല എന്നുള്ള വിഷയത്തിൽ അള്ളാഹു സാക്ഷിയാണ്. തൗഹീദുല്ലാഹി വൽ മലായികത്ത്, രണ്ടാമതായിക്കൊണ്ട് ഈ പറയുന്ന ഹക്ക്, ഈ പറയുന്ന സത്യം, ഈ തൗഹീദ്, അതിൻ്റെ മേൽ സാക്ഷികളായി ബഹുമാന ആദരണീയനായ മലക്കുകളെ അള്ളാഹു ഈ ആയത്തിൽ കൂടെ എണ്ണി. പിന്നെ അതേപോലെ തന്നെ ഉലുൽ ഇൽം, അറിവുള്ള ആളുകൾ, മനുഷ്യരിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ പിന്തുടർന്ന് മാതൃകയാക്കിയ എല്ലാ മുഅ്മിനീങ്ങളും ആ വിഷയത്തിനെക്കുറിച്ച് അറിയൽ അനിവാര്യമാണ്, പഠിക്കൽ നിർബന്ധമാണ്. അവരതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അവരതിലൊരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. നമ്മുടെ നാട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ, തൗഹീദിൻ്റെ കാര്യങ്ങൾ കൃത്യമായി സഹോദരങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് കേൾക്കാത്ത ഒരാളൊക്കെ ഈ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഈ പറയുന്ന തൗഹീദുല്ലാഹി അത് കൃത്യമായി വ്യക്തമായി കേൾക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇനി ഈ നാട്ടിലുള്ള ഒരാൾക്ക് അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്തുള്ള വീഴ്ചയാണ്. അതിന് അവന് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു ഒഴിവ് കഴിവും പറയാൻ അവന് സാധിക്കുകയില്ല. ഉലുൽ ഇൽം, അറിവുള്ള ആളുകൾ, ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് പറയുന്ന ഈ സത്യത്തിൻ്റെ മേൽ സാക്ഷികളാണ് മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. വേറെ ചില ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി, അള്ളാഹുവിനെ വഴങ്ങിക്കൊണ്ട്, അള്ളാഹുവിനെ തആത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനുള്ള ഹക്കുകൾ പൂർണ്ണമായി അത് പാലിച്ചുകൊണ്ടാണ് മലക്കുകൾ വാനലോകത്ത്, ആകാശലോകത്ത് ഉപരിയിൽ അവർ കഴിച്ചുകൂട്ടുന്നത്. വേറെ ഒരായത്തിൽ സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശി യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പരിശുദ്ധരാക്കിക്കൊണ്ട് അർശിൻ്റെ വലയം ചെയ്തുകൊണ്ടുള്ള മലക്കുകളെ എനിക്ക് കാണാൻ കഴിയും. അള്ളാഹുവിലേക്കുള്ള മുഖർറബീങ്ങളായ ബഹുമാന ആദരണീയരായ ഈ മലക്കുകൾ മുഴുവനും അള്ളാഹുവിനെ സദാസമയം ത്വാഅത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് അനുസരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മലക്കുകൾ കഴിച്ചുകൂട്ടുന്നത്. അള്ളാഹു മലക്കുകളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ പല ആയത്തുകളും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ദീനുൽ ഇസ്ലാം, ആ പറയുന്ന ദീനുൽ ഇസ്ലാം അനുസരിച്ചാണ് ഈ പറയുന്ന മലക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവരുടെ ദീനായി അനുസരിച്ചുകൊണ്ട് അവർ പോകുന്നത്. ആകാശത്തിൽ അങ്ങനെയാണ്. ഭൂമിയിൽ മനുഷ്യരും ജിന്നുകളും മറ്റുള്ള ജീവജാലങ്ങൾ, കുഫാറുകളും മുശ്രിക്കീങ്ങളും അല്ലാത്ത മറ്റുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിൻ്റെ ഈ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നവരായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ മറ്റുള്ള സൃഷ്ടികൾ മുഴുവനും ഈ ലോകത്ത് കഴിച്ചുകൂട്ടുന്നത്. ഈ പറയുന്ന ഹക്ക്, അള്ളാഹുവിനോട് സൃഷ്ടികൾക്കുള്ള ഈ കടമ, അതിൽ വീഴ്ച വരുത്തിയത് കുഫാറുകളും മുശ്രിക്കീങ്ങളും മാത്രമാണ്. സത്യനിഷേധികൾ, അള്ളാഹുവിനോട് അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മറ്റുള്ളതിനെ പങ്കു ചേർക്കുന്ന മുശ്രിക്കീങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ദീൻ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ദീന്, മതം അത് ഇസ്ലാം മാത്രമാകുന്നു. അള്ളാഹു പറഞ്ഞു, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ വൽ മലായിക, അള്ളാഹുവിന് തലകുനിച്ചുകൊണ്ടാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവനും കഴിച്ചുകൂട്ടുന്നത്. മാ ഫിസ് സമാവാത്ത്, അറബിയിൽ മാ ഫിസ് സമാവാത്തി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ പ്രയോഗം മനുഷ്യർ, ജമാഅത്തുകൾ, നിർജീവികളും ബുദ്ധിയുള്ളതും ഇല്ലാത്തതുമായ സകല സൃഷ്ടികളും. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ, എല്ലാവിധ ജീവികളും, വൽ മലായികത്ത്, ബഹുമാന ആദരണീയരായ മലക്കുകളും, വഹും ലാ യസ്തക്ബിറൂൻ, അള്ളാഹുവിനനുസരിക്കുന്നതിന് ഒരു നിമിഷം പോലും അഹങ്കാരികളോ ധിക്കാരികളായോ അവർ മാറി നിൽക്കുന്നില്ല. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവരുടെ മേലെ അധികാരം കൊണ്ടും ആധിപത്യം കൊണ്ടും സ്ഥാനം കൊണ്ടും എല്ലാം കൊണ്ടും അവരുടെ മേലെയുള്ള റബ്ബിനെ അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ പാലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്, കൃത്യമായി പാലിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന തൗഹീദുല്ലാഹിയാണ് ഈ ലോകത്ത് വന്ന് ദഅവത്ത് നടത്തിയ പ്രവാചകന്മാർ മുഴുവനും അത് തന്നെയാണ് ദഅവത്ത് നടത്തിയത്. അവരുടെ എല്ലാവരുടെയും പ്രബോധനത്തിൻ്റെ കാമ്പും കാതലും ഈ തൗഹീദുല്ലാഹിയായിരുന്നു. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾ 10 നൂറ്റാണ്ട് ഖുറൂൻ ഈ പറയുന്ന തൗഹീദിലായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളിലുള്ള ഗുലൂവ് പരിധി വിട്ടുകടന്ന്, അവരെ സ്നേഹിച്ച് ആ പറയുന്ന ഗുലൂവ് പരിധി വിട്ടുകടന്ന് ശിർക്ക് ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദേശവുമായി അയച്ചത്. അതുവരെയുള്ള 10 നൂറ്റാണ്ട് അവർ മുവഹിദീങ്ങളായിരുന്നു, തെറ്റുകളുണ്ടായിരുന്നു, പാപങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശിർക്ക് എന്ന് പറയുന്ന, സത്യനിഷേധം എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ആ 10 നൂറ്റാണ്ടിലുള്ള തലമുറയിൽ ഇല്ലായിരുന്നു, ഒരു നിലക്കുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ സ്വാലിഹീങ്ങളായ ആളുകളോടുള്ള ബഹുമാന ആദരവ്, അത് കാരണം ആ ആളുകൾ ഗുലുവ് പരിധി വിട്ട് കടന്നുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ടുന്ന, ആദരിക്കേണ്ടതിൻ്റെ പരിധിയുടെ അപ്പുറത്തേക്ക് പോയി അവരോട് സഹായത്തെ തേടാനും അവരെ പ്രതീക്ഷിക്കാനും ദുആ ചെയ്യാനും പോലത്തെ ശിർക്കിയായ കാര്യങ്ങളിലേക്ക് ജനങ്ങൾ പോയപ്പോഴാണ് മഹാനായ ഈ ലോകത്ത് വന്ന ഏറ്റവും ആദ്യത്തെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദുമായി, അള്ളാഹുവിൻ്റെ ഹക്ക് കൃത്യമായി ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ആ റസൂലിനെ അയച്ചത്. ആ സമയത്താണ് അതിൻ്റെ ആവശ്യങ്ങൾ വന്നത് ജനങ്ങൾക്ക്. അദ്ദേഹമാണ് ഈ ലോകത്ത് വന്ന ഏറ്റവും ആദ്യത്തെ പ്രവാചകൻ, റസൂൽ അദ്ദേഹമാണ്. അപ്പം ഇതാണ് ദീനുൽ ഇസ്ലാം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. പിന്നീട് ത്വാഅത്തുകൾ, സൽക്കർമ്മങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, ഓരോ സമൂഹങ്ങൾക്കനുസരിച്ച് ഓരോരോ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിക്കൊണ്ട്, നിയമസംഹിതയാക്കിക്കൊണ്ട് വഹയ്യുകളും സന്ദേശങ്ങളും നൽകിയിരുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് നിർബന്ധമായ പോലത്തെ കാര്യങ്ങളല്ലായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തിന് വന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തിനോട് നിർദ്ദേശിക്കപ്പെട്ട നിയമസംഹിതകളും കാര്യങ്ങളും അല്ലായിരുന്നു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിന് ശറഅായി അള്ളാഹു നിശ്ചയിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ ഉമ്മത്തിനും ശറഅാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയൊക്കെ ആരാധിക്കണം, ഏതൊക്കെ സമയത്ത്, ഏതൊക്കെ രൂപത്തിൽ, ശാരീരികമായി, സാമ്പത്തികമായി, എങ്ങനെയൊക്കെ എന്നുള്ള കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശറഅാക്കിയത് പോലെയല്ലായിരുന്നു കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക്. പക്ഷേ അവരുടെ എല്ലാവരുടെയും ദീനിൻ്റെ അസ്ല്, അതിൻ്റെ തറ എന്ന് പറയുന്ന ഈ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം തൗഹീദുല്ലാഹി, അത് എല്ലാവരും ഒന്ന് തന്നെയായിരുന്നു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആരാധനക്കർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഇതിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞതുപോലെ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാ, ആരാധനക്കർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് അംഗീകരിക്കുക, അവനെ മാത്രം ആരാധിക്കുക, ഇഖ്ലാസ്, തൗഹീദ്. ആ അള്ളാഹുവിനെ ആരാധിക്കേണ്ട രൂപങ്ങൾ, കാര്യങ്ങൾ പ്രവാചകന്മാർ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നത്, ഏതൊക്കെ പറഞ്ഞു തന്നത് എന്നുള്ളത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി
അള്ളാഹുവിന് വഴങ്ങി അവന് ത്വാഅത്ത് ചെയ്ത് ജീവിക്കുകയും ചെയ്യുക. ഓരോ കാര്യങ്ങളിൽ അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്ത്, ആ ത്വാഅത്തുകൾ എങ്ങനെയാണ്, എപ്രകാരമാണ് എന്നുള്ളത് നമുക്ക് അറിയിച്ചു തരേണ്ടത് ഓരോ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരാണ്. അള്ളാഹു അവരിലേക്കാണ് ഇത് വഹയും സന്ദേശവുമായി എത്തിക്കുന്നത്. ആ പ്രവാചകന്മാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അള്ളാഹുവിനനുസരിച്ച് പോകുകയും ചെയ്യുക. വിശ്വാസം, ആദർശം, ഈ തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വൽ ഖുലൂസു മിന ശിർക്കി വ അഹ്ലിഹി, അതേപോലെ തന്നെ ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായി ഞാൻ മുക്തനാണ്, ഒഴിവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു അഡ്ജസ്റ്റും, യാതൊരു വിട്ടുവീഴ്ചയും, യാതൊരു സൗഹാർദ്ദവും ആ കാര്യത്തിൽ മുശ്രിക്കീങ്ങളുമായി വെച്ച് പുലർത്താതിരിക്കുക. ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുക, അതിൻ്റെ ആളുകളിൽ നിന്നും മാറി നിൽക്കുക. ഷിർക്കിയായ ഈ കാര്യങ്ങളിൽ അവരുമായി യാതൊരു സഹകരണവും, യാതൊരു വിട്ടുവീഴ്ചയും, യാതൊരു അഡ്ജസ്റ്റും ഒരു ഭാഗത്തും ഇല്ല എന്നുള്ളതിലേക്ക് പൂർണ്ണമായി മുക്തനാണ്, ബരീ ആണ് എന്ന് പറഞ്ഞ് തൗഹീദിന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇന്നന ബുറആഉ മിമ്മാ തുശ്രികൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നാം പൂർണ്ണമായി മുക്തരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. പൂർണ്ണമായി മുക്തരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഫൽ ഇസ്ലാമു ദീനു ജമീഇൽ അംബിയാഇ വ അത്ബാഇഹിം, ഈ ലോകത്ത് വന്ന സകല പ്രവാചകന്മാർ, നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ലോകത്ത് വന്ന സകല പ്രവാചകന്മാർ അവരുടെ അനുയായികളുടെയും ദീനുൽ ഇസ്ലാമാണ്. അവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങളായിട്ടാണ് ജീവിച്ചത്. അവരുടെ ആദർശത്തിന്റെ കാതലും കാമ്പും ഈ പറയുന്ന തൗഹീദുല്ലാഹിയാണ്. ഫകുല്ലു നബിയ്യിൻ ദഅ ഖൗമഹു ഇലാ ദാലിക്, ഓരോ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായങ്ങളെ ഈ ആദർശത്തിലേക്കാണ് ക്ഷണിച്ചത്. വകുല്ലു മൻ ഇത്തബഅഹു അലാ ദാലിക ഫയുഅ്തബറു മുസ്ലിമൻ, അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് കഴിഞ്ഞു പോയ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് കഴിഞ്ഞു പോയവർ മുഴുവനും മുസ്ലിമീങ്ങളാണ്. ആ മാർഗത്തിൽ, ആ വഴിയിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിലും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങളും ആ വഴിയിലാണ്, ആ മാർഗത്തിലാണ്. സവാഉൻ മിൻ അവ്വലിൽ ഖൽഖി ഔ ആഖിരിഹിം, ഈ ലോകത്ത് കഴിഞ്ഞു പോയവരാണെങ്കിലും ഖിയാമത്ത് നാൾ വരെ വരുന്നവരാണെങ്കിലും ഫഹുവ മുസ്തസ്ലിമുൻ ലില്ലാഹി ബിത്തൗഹീദ് വമുൻഖാദുൻ ലില്ലാഹി ബിത്വാഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള വിഷയത്തിൽ, അള്ളാഹുവിനനുസരിച്ച് വഴങ്ങിക്കൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് പോകുക എന്നുള്ള വിഷയത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. ഫദീനുൽ അംബിയാഇ വാഹിദ്, ചുരുക്കത്തിൽ എല്ലാ പ്രവാചകന്മാരുടെയും ദീന് ഒന്നാണ്, മലക്കുകളത് ഒന്നാണ്, മറ്റുള്ള ജീവജാലങ്ങളത് ഒന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, ത്വാഅത്ത് ചെയ്യുന്ന വിഷയത്തിൽ കുഫാറുകൾ, സത്യനിഷേധികളായ കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ ഒഴിച്ച് അവരാണ് ഇതിന് വിരുദ്ധമായി ഈ ലോകത്ത് ജീവിക്കുന്നവർ. വശറാഇഉഹും ശത്താ, പ്രവാചകന്മാരുടെ ആദർശം എല്ലാവരും ഒന്നാണ്, പക്ഷേ അവർക്കുള്ള മതവിധികൾ, നിയമസംഹിതകൾ അത് വിഭിന്നമാണ്. ബിസബബി ഹാജത്തിൽ ബശരി ഫീ കുല്ലി സമാനിൻ വ മക്കാൻ, ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് അനുയോജ്യമായ അനുസരിച്ചുള്ളത് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് മനസ്സിലാക്കി അവൻ്റെ അടിമകൾക്ക് അവൻ നിയമങ്ങളാക്കി വച്ചു എന്നുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിലേക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ അംബിയാഉ ഇഖ്വത്തുൽ ലിഅല്ലാത്ത്, അൽ അംബിയാഉ ഇഖ്വത്തുൽ ലിഅല്ലാത്ത്, പ്രവാചകന്മാർ അല്ലാത്തിൻ്റെ സഹോദരന്മാരാണ്. അല്ലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന്, ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാർക്ക് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാത്ത്, സപത്നിമാർ. അപ്പോ ഈ പറയുന്ന പിതാവ് ഒന്നാണ്, ഭാര്യമാർ, മാതാക്കൾ വിഭിന്നമാണ് എന്ന് പറഞ്ഞതുപോലെ അവർക്കുണ്ടാകുന്ന കുട്ടികൾ, എല്ലാവരുടെയും പിതാവ് ഒരാളാണ്, അവരുടെ മാതാക്കൾ വിഭിന്നമാണ് എന്നതുപോലെ ദീനുൽ ഇസ്ലാമിൻ്റെ തൗഹീദുല്ലാ എന്ന് പറയുന്ന ആദർശം അത് ഈ പറയുന്ന എല്ലാ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ ഒന്നാണ്, അവർ ദഅവത്ത് ചെയ്തത് ഒന്നാണ്. ശർഅകൾ, മതവിധികൾ, കൽപ്പനകൾ ഉമ്മഹാത്തുഹും ശത്താ, മാതാക്കൾ വിഭിന്നമാണ് എന്ന് പറഞ്ഞതുപോലെ അവർക്കുള്ള നിയമസംഹിതകൾ അത് വിഭിന്നമാണ്. ദീൻ അവരത് ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജ, ഓരോ സമുദായങ്ങൾക്ക് അവരുടെ അനുയോജ്യമായ, അവരുടെ കാലഘട്ടത്തിന് യോജിച്ച നിലക്കുള്ള മതവിധികളും അതേപോലെ തന്നെ നിയമസംഹിതകളും നമ്മൾ ആക്കിയിരിക്കുന്നു. അങ്ങനെ പിന്നെ ഓരോരോ പ്രവാചകന്മാർ മരണപ്പെടുമ്പോൾ അവരുടെ കാലം, ആ കാലാവധി കഴിയുമ്പോൾ അവർ മരണപ്പെട്ടു പോയി. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അവസാനത്തെ പ്രവാചകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചു.
പ്രവാചകന്റെ പ്രത്യേകതകൾ, മറ്റ് പ്രവാചകന്മാർക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകൾ അള്ളാഹു എനിക്ക് നൽകി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞുപോയ ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും അവരെ പ്രത്യേകമായ ഒരു നാട്ടുകാരിലേക്ക്, ഒരു വിഭാഗങ്ങളിലേക്കായിരുന്നു അള്ളാഹു അയക്കൽ. ബനൂ ഇസ്രായേലിലേക്കാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചത്. ഹൂദ് എന്ന് പറയുന്ന പ്രവാചകനെ ആദ് എന്ന് പറയുന്ന സമൂഹത്തിലേക്കാണ് അയച്ചത്, യമനിലുള്ള ഹദറമൗത്തിന്റെ പരിസരത്തുള്ള ഒരു വിഭാഗം ആളുകളിലേക്ക്. സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമൂദ് എന്ന് പറയുന്ന മദാഇൻ സ്വാലിഹ് എന്ന് പറയുന്ന തബൂക്കിലേക്ക് പോകുന്ന സൗദി അറേബ്യയിലുള്ള ആ പ്രദേശങ്ങളിലേക്കാണ് ആ പ്രവാചകനെ അയച്ചത്. വ ഉർസിൽതു ഇലന്നാസി കാഫതൻ, എനിക്ക് അല്ലാഹു പ്രത്യേകമായി നൽകിയ ഒരാദരവ് ഈ ലോകത്തുള്ള സകല സൃഷ്ടികളിലേക്കും മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അയച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഈ ലോകത്തേക്ക് അയച്ച് പ്രവാചകനായി അയച്ചതിൻ്റെ ശേഷം ഈ റസൂലിന്റെ ദീന് സ്വീകരിക്കൽ ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും നിർബന്ധമാണ് താൻ. അതിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും അനുവാദമില്ല. അതിൻ്റെ മുമ്പ് വന്ന മതങ്ങൾ, ദീനുകൾ, അത് മുഴുവനും പ്രവാചകന്റെ നുബുവത്തോടുകൂടെ ദുർബലമാക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത്. പ്രവാചകന്റെ ഈ നുബുവത്തോടുകൂടെ, പ്രവാചകത്വത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവത്തിനെയും ദുർബലപ്പെടുത്തി. പിന്നീട് ഈ ലോകത്ത് ജീവിക്കുന്ന ആരാണെങ്കിൽ, പ്രവാചകന്മാർ പോലും ഈ ലോകത്ത് വന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ ഈ ദീന് സ്വീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് സ്വീകരിക്കാൻ, ഈ ശറഅ്, ഈ നിയമസംഹിത അത് സ്വീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടൊരിക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ നഫ്സ് ഏതൊരുത്തന്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നതിന്റെ ശേഷം ഈ ലോകത്ത് ജീവിക്കുന്ന സമുദായങ്ങൾ എല്ലാവരും എന്നെ കൊണ്ട് കേൾക്കുകയില്ല. യഹൂദിയുൻ വലാ നസ്റാനിയുൻ, പ്രത്യേകിച്ച് ജൂതന്മാരോ നസാറാക്കളോ. അവരെ എടുത്തു പറയാൻ കാരണം അവർക്ക് പ്രവാചകന്മാർ വന്നതാണ്, അവർക്ക് ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരാണ്. അവർ പോലും ആരും എന്നെക്കുറിച്ച് കേൾക്കുകയില്ല. സുമ്മ യമൂതു, പിന്നീട് ആ വ്യക്തി മരണപ്പെടും. വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, ഏതൊരു സന്ദേശവുമായിട്ടാണോ എന്നെ അയക്കപ്പെട്ടു അതിൽ വിശ്വസിക്കാതെ ആ വ്യക്തി മരണപ്പെട്ടു പോയാൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരക അവകാശികളുടെ കൂട്ടത്തിൽ പെട്ടവനല്ലാതെ ആവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിഞ്ഞു, കേട്ടു, ആ ദഅവത്ത് എത്തി. എന്നിട്ട് പ്രവാചകന്റെ ഈ ദീനിൽ, ഈ കൊണ്ടുവന്ന ഈ ശറഇൽ വിശ്വസിക്കാതെ ഒരുത്തൻ മരണപ്പെട്ടു പോയാൽ അവൻ മുമ്പ് പ്രവാചകൻ വന്നവരാണെങ്കിലും ഗ്രന്ഥങ്ങൾ ലഭിച്ചവരാണെങ്കിലും അവൻ നരകത്തിന്റെ ആളുകൾ കൂട്ടത്തിൽ പെട്ടുപോകും. അവന് തൗഹീദുള്ളവനോ മുഅ്മിനോ മുസ്ലിമോ ആയി സ്വർഗത്തിൽ എത്താൻ സാധിക്കുകയില്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ സഹീഹായ അദ്ദേഹം പറയാണ്, അൻ അലി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബി അർബഇൻ, 4 കാര്യങ്ങൾ, ശേഷം പറയുന്ന 4 കാര്യങ്ങൾ വിശ്വസിക്കാത്ത കാലത്തോളം ഒരാൾ മുഅ്മിനാവുകയില്ല. ഹത്താ യഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റ് ഒന്നുമില്ല എന്ന് സാക്ഷ്യം വഹിക്കണം. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂലിൻ്റെ റിസാലത്ത് കൊണ്ട്, ഈ ദീന് കൊണ്ട്, പ്രവാചകൻ കൊണ്ടുവന്ന ഈ ദീന് കൊണ്ട് വിശ്വസിക്കാത്ത കാലത്തോളം മുഅ്മിനാവുകയില്ല. അതേപോലെ തന്നെ ബഅത്ത് കൊണ്ട്, ഖദർ കൊണ്ടൊക്കെ വിശ്വസിക്കാത്ത കാലത്തോളം ഒരാൾ മുഅ്മിനാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം റോമക്കാരുടെ തലവനായിരുന്ന ഹിറഖിൽ എന്ന് പറയുന്ന മനുഷ്യന് എഴുത്തു കൊടുത്തയച്ചത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടത് അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ. ആ എഴുത്ത് കൊടുത്തയച്ചതിൻ്റെ തുടക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമായ മുഹമ്മദിൽ നിന്നാണ് ഈ കത്ത്, സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം, ഇലാ ഹിറഖുല അളീമിർ റൂം, റോമക്കാരുടെ തലവനായ ഹിറഖിലിൻ്റെ അടുത്തേക്കാണ് ഈ എഴുത്ത്. അന്ന് പ്രവാചകന്റെ കാലത്ത് ഈ ലോകത്തുള്ള വലിയ ഒരു രാജ്യത്തിൻ്റെ അറിയപ്പെട്ട പ്രശസ്തരും പ്രമുഖരുമായിരുന്ന, എല്ലാ നിലക്കും ഭൗതികമായ സ്വാധീനങ്ങളും കാര്യങ്ങളും വെച്ചു നോക്കി ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള രാജ്യമായിരുന്നു റോം എന്ന് പറയുന്നത്.
മറ്റൊരു ഭാഗത്ത് ഫാരിസ്, പേർഷ്യ എന്ന് പറയുന്ന ഇന്ന് ഇറാൻ, ഇറാഖ് പോലത്തെ പ്രദേശങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കുഫാറുകളായ തീയാരാധകരായ മറ്റൊരു വിഭാഗവും, റോമക്കാരെന്ന് യഥാർത്ഥത്തിൽ നസാറ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ആ പറയുന്ന ദീനിന്റെ വക്താക്കളും ആളുകളുമായിരുന്നു. ആ റോമക്കാരായ ആളുകൾക്ക് ഈസാ നബി കൊണ്ടുവന്ന ദീനുണ്ട്, ഇൻജീലുണ്ട്, തൗറാത്തുണ്ട്, ഈ പറയുന്ന നിയമങ്ങളും സംഹിതകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എഴുത്തു കൊടുത്തയച്ചപ്പോൾ അതിൽ പറഞ്ഞു സലാമുൻ അലാ മനിത്തബ അൽ ഹുദ, സന്മാർഗത്തോട് പിൻപറ്റിയ ആളുകൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ട്. അമ്മാ ബഅദ് ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഈ പ്രബോധനം കൊണ്ട് ഞാൻ ഇതാ നിന്നെ ക്ഷണിക്കുകയാണ് ദീനുൽ ഇസ്ലാമിലേക്ക്. അസ്ലിം തസ്ലം, അസ്ലിം തസ്ലം, നീ മുസ്ലിം ആവണം, എന്നാലേ അള്ളാഹുവിന്റെ അതികഠിനമായ നരക ശിക്ഷയിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ, രക്ഷപ്പെടുകയുള്ളൂ. നസാറ മതത്തിലാണ് അവർ പോകുന്നത്. ഈസാ നബി കൊണ്ടുവന്നത് ദുർബലപ്പെടുത്തപ്പെടാത്തത് പലതും അവർക്ക് അറിയുന്നതാണ്. ഇതോടുകൂടെയൊക്കെ റസൂൽ വന്നതിൻ്റെ ശേഷം പിന്നെ നസാറ മതത്തിന് പ്രസക്തിയില്ല, അതിൽ പോയാൽ രക്ഷപ്പെടൂല്ല. അസ്ലിം തസ്ലം, നീ മുസ്ലിം ആവണം, എൻ്റെ ഈ സന്ദേശം നീ സ്വീകരിക്കാൻ തയ്യാറാവണം, എന്നാലേ നീ മുസ്ലിമായി രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. യുഅ്തികല്ലാഹു അജ്റക മറത്തൈൻ, 2 പ്രാവശ്യമായിട്ട് നിനക്ക് അല്ലാഹു പ്രതിഫലം നൽകും. എന്നാൽ ഒന്ന് ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു, ആ ദീനനുസരിച്ച് പോയി എന്നുള്ളതിന്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് സ്വീകരിച്ച് യഥാർത്ഥ മുസ്ലിമായി എന്നുള്ള അതിൻ്റെ അടിസ്ഥാനം 2 കൂലി അള്ളാഹു എനിക്ക് നൽകും. ഇനി ഫഇൻ തവല്ലൈത്, എൻ്റെ ഈ സന്ദേശം സ്വീകരിക്കാതെ നീ പിന്തിരിഞ്ഞു പോയാൽ ഫഇന്ന അലൈക ഇസ്മൽ അരീസിയീൻ, നിന്റെ രാജ്യക്കാരായ പ്രജകളായ കർഷകരുടെ മുഴുവനും പാപം നീ പേറേണ്ടി വരും. ഹിറക്കിലിനോട് പറഞ്ഞു, ആ നാട്ടുകാരുടെ മുഴുവൻ കുറ്റം നേതാവ്, അവരുടെ രാജാവ്, അവരുടെ തലവൻ എന്നുള്ള നിലക്ക് നീ അത് വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, കിതാബിന്റെ അഹ്ലി കിതാബുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾ ഉള്ള ആളുകളെ, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, ഞങ്ങളും നിങ്ങളും ഒരുപോലെ പറയുന്ന, ഞങ്ങളും നിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ആദർശത്തിലേക്ക് നിങ്ങൾ വരുവീൻ. അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈഅ, അല്ലാഹുവിനല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത്, അവനോടൊന്നിനും പങ്കു ചേർക്കരുത്. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റു റബ്ബുകളെ, ഈ പറയുന്ന വിശ്വാസങ്ങളും കാര്യങ്ങളും വെച്ച് നിയന്ത്രിക്കുന്നവനോ സൃഷ്ടിക്കുന്നവനോ ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയുന്നവരോ എന്ന് പറയുന്ന റബ്ബുകളെ നമ്മൾ പരസ്പരം ആക്കരുത്. ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ, നിങ്ങൾ തയ്യാറല്ല, പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അത് നിങ്ങൾ സാക്ഷിയായിക്കോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ഈ ആയത്തുകൾ, ഈ ഹദീസുകളിൽ കൂടെയൊക്കെ പറഞ്ഞത് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നതാണ് അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ മതം, മലക്കുകളും മറ്റുള്ള ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ആദർശമായി ദീനായി സ്വീകരിച്ചത് ദീനുൽ ഇസ്ലാമാണ് എന്നുള്ളതാണ് ഷെയ്ഖ് റഹ്മഹുല്ലാ പറഞ്ഞത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായത് ഈ ഇസ്ലാമാകുന്നു. റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ, നിങ്ങൾക്ക് ആരാധന ചെയ്യാൻ, അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ ആദർശമായി ദീനായി ഇസ്ലാമിനെയാണ് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നത്. തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മഹുല്ല പറയാണ്, വഹുവ ബൈനൽ ഗുലുവി വത്തഖ്സീർ, ഈ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത അതിൽ ഗുലുവില്ല, പരിധിയുടെ അപ്പുറത്തേക്ക് പോകുക എന്ന് പറയുന്ന കാര്യം അതിലില്ല. കൃത്യമായ ഒരു പരിധിയുണ്ട്, ഹദ്ദുണ്ട്, അവിടെ നിൽക്കാൻ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, പരിധി വിട്ട് കടക്കാൻ പാടില്ല. തഖ്സീർ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്താനും പാടില്ല. ഗുലുവ് എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഗുലുവ്, ദീനിൽ ഗുലുവ് ഉണ്ടാവുക എന്ന് പറയുന്നത്, പരിധിയുടെ അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത്. നമ്മൾ കേട്ടതുപോലെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖൗമ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് പറ്റിയത് ഈ ഗുലുവാണ്. ദീനിൽ അവർ പരിധി വിട്ട് കടന്നു. ദീനിൽ പരിധി വിട്ട് കടന്നാൽ ഗുലുവുണ്ടായാൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, മുശ്രിക്കീങ്ങളായി മാറും, കുഫാറുകളായി മാറും. ചിലപ്പോൾ വലിയ ബിദ്അത്തിൽ അകപ്പെട്ടു പോകും, ചിലപ്പോൾ വലിയ പാപത്തിൻ്റെ ആളുകൾ വക്താക്കളായി മാറും. ഗുലുവ് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. പിശാച് മനുഷ്യരായ ആളുകളെ പഴപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന 2 മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമാണ് ഗുലുവ്. ഒന്നിരിക്കൽ ഗുലുവ്, അതല്ലെങ്കിൽ ജഫാ, അതല്ലെങ്കിൽ തഖ്സീർ, വീഴ്ച വരുത്ത്, തഫ്രീത്ത്, വീഴ്ച വരുത്ത്. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ
പിന്നോട്ടടിക്കുക എന്ന് പറയുന്നത്. ഒരാൾക്ക് ദീനിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് അതിന് താല്പര്യവും ഹിർസും അതിലോടൊരു ആവേശവും ഒക്കെ ഉണ്ടെങ്കിൽ പിശാച് അവനെ ഒരു പടി മുന്നോട്ട് തള്ളിയിട്ട് അവന് നിശ്ചയിക്കപ്പെട്ട ആ പരിധിയിൽ നിന്ന് പുറത്തേക്ക് അവനെ തള്ളും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ അകപ്പെട്ടത് സാലിഹീങ്ങളായ ആളുകളോട് ഇഷ്ടം കൂടി എന്നുള്ളത്. അവർ ഇബാദത്ത് ചെയ്യുന്നത്, ത്വാഅത്ത് ചെയ്യുന്നത്, അവരുടെ ഇൽമ്, അവരുടെ അറിവ്, ഇതിൽ അവർക്ക് ആകൃഷ്ടരായി അവരോടുള്ള സ്നേഹം കൂടിയപ്പോൾ പരിധി വിട്ട് കടന്നു എന്നുള്ളത്. പിന്നീട് അവരെ ഫോട്ടോകളും രൂപങ്ങളും വെച്ച് അവരുടെ വിഗ്രഹങ്ങളും ബിംബങ്ങളുണ്ടാക്കി അതിനാരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെ എത്തിച്ചു എന്നുള്ളത്. ഒലുവ് അത് തുടക്കത്തിൽ വളരെ ലളിതമായിട്ടായിരിക്കും ഒരു പക്ഷേ വരാം, നിസ്സാരമായിട്ട്. ഈ വ്യക്തിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകൂല, മറ്റുള്ള ആളുകൾക്ക് കണ്ടാൽ പോലും അതിൻ്റെ ഗൗരവം ഒരു പക്ഷേ അറിയുകയുമില്ല. നല്ല ഇബാദത്തുള്ള ആൾ, നല്ല തഖ്വയുള്ള ആൾ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അപകടത്തിലേക്ക്, ഷിർക്കിലേക്ക് അത് മനുഷ്യനെ കൊണ്ടുപോയി തള്ളും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ കാഫിറാക്കി അവരെ ആക്രമിക്കാൻ ഈ വ്യക്തികളെ പ്രേരിപ്പിക്കും ഖവാരിജികൾ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെയും അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ രംഗത്ത് വന്ന ഖവാരിജികൾ ഇന്നും പല കാലഘട്ടങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പലപ്പോഴും പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഖവാരിജികൾ, അവർക്ക് ദീനോട് ഇഷ്ടമുണ്ടാകും, അവർക്ക് തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ വിഷമമുണ്ടാകും. അങ്ങനെ പിന്നെ ആ പറയുന്ന മാനസികാവസ്ഥയെ ഊതി വീർപ്പിച്ച് പിശാച് അവരെ മുന്നോട്ട് കൊണ്ടുപോയി തള്ളി അപകടത്തിൽപ്പെടുത്തും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അന്ന് രംഗത്ത് വന്ന ഖവാരിജികൾ അവരുടെ തുടക്കം ഫജ്ർ നിസ്കാരത്തിൻ്റെയൊക്കെ മുമ്പുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആ സമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടി അദ്കാറുകൾ പറയുക എന്നുള്ളതായിരുന്നു. എന്താ കുറ്റം? എന്താ തെറ്റ്? നല്ല ത്വാഅത്താണ് ആ സമയത്ത് ഉറക്കൊഴിച്ചു വന്ന് ഇബാദത്തിൽ, ദിക്റിലും ഇബാദത്തിലും മുഴുക എന്ന് പറയുന്നത്. സാധാരണ ഒരാൾ നോക്കിക്കാണുകയാണെങ്കിൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ, ത്വാഅത്തുകൾ, തഖ്വയുള്ള, ഈമാനുള്ള, ഖശിയത്തുള്ള ആളുകൾ എന്ന് തോന്നും. കൃത്യമായ ഇൽമുള്ളൊരു പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതന് മനസ്സിലാകും ഇവരുടെ പോക്ക് ശരിയല്ല എന്നുള്ളത്, അവർ പോകുന്നത് ശരിയായ ദിശയിലേക്കല്ല എന്നുള്ളത്. അതാണ് കൂഫയിലുണ്ടായിരുന്ന ആ പള്ളിയിൽ അനുഭവപ്പെട്ട ഈ സംഭവത്തിൽ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന് പോലും ഒറ്റടിക്ക് അവരെ എതിർക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സനുവദിക്കാതിരിക്കുമാർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിബാറുകളിൽപ്പെട്ട ആ പണ്ഡിതൻ സഹാബിയെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. അവർ ചെയ്യുന്നത് ഒറ്റടിക്കടി എതിർക്കാൻ പറ്റാത്ത നിലക്കുള്ള കാര്യം, എന്നാൽ അത് അത്രയും കാലഘട്ടത്തിൽ അവർക്ക് പരിചയമില്ലാത്ത വിഷയങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രംഗം കണ്ടപ്പോൾ ഉടൻ അദ്ദേഹം പ്രതികരിച്ചു, നിങ്ങൾ ദീനിലില്ലാത്തൊരു കാര്യം പുതുതായി കൊണ്ടുവരികയാണ്, ഇത് വലിയ അപകടത്തിലേക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പ്രവചിച്ച ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു ചാടുന്ന ആളുകൾ അത് നിങ്ങളാകാൻ സാധ്യതയുണ്ട്, എനിക്കത് തോന്നുന്നു എന്ന് പ്രവചിച്ചു പോയി. അതുപോലെ സംഭവിച്ചു. നെഹ്റുവാൻ എന്ന് പറയുന്ന യുദ്ധമുഖത്ത് അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധമേന്തി വന്നത് ഈ ദിക്ർ പറഞ്ഞിരുന്ന ആളുകളായിരുന്നു. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഉലുവ്, തഖ്സീർ എന്ന് പറയുന്നതിന് വളരെ വേഗത്തിൽ ഉദാഹരണങ്ങൾ, പ്രവർത്തനങ്ങളിലുള്ള ഉദാഹരണങ്ങൾ ധാരാളം പറയാൻ കഴിയും. ധാരാളം. സൊഫിൻ്റെ കാര്യത്തിൽ നമ്മൾ നിലമ്പൂര് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ആളുകൾ ഈ സൊഫ് ശരിയാക്കി ചേർന്ന് നിൽക്കുന്ന കാര്യത്തിൽ അവർക്കിത് അപകടം പിടിപെട്ട കുറേ ആളുകളുണ്ട്. ഈ പ്രായമുള്ള കുട്ടികൾ സൊഫിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവർ ചേർന്ന് വന്ന് ഇടുക്കി ശരിക്കും നമുക്ക് നിസ്കരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി തീർക്കും. ഒരു റക്അത്ത് കഴിഞ്ഞ് സുജൂദ് കഴിഞ്ഞ് ഉയരത്തിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടി അടുത്തുണ്ട്, പിന്നെ കുറച്ചുകൂടി അടുത്തുണ്ട്. ചില കുട്ടികൾ കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടും ഉണ്ടാവും. എൻ്റെ കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഞാനൊരാളോട് പരാതി പറഞ്ഞു, ഇത് നമ്മളൊന്നും സൗദിയിൽ നിന്ന് പഠിച്ച ഉലമാക്കളിൽ നിന്ന് കണ്ട രീതിയല്ല സൊഫ് ചേർക്കുന്നത്. അവൻ പശ വെച്ച് ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ച് നിൽക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ചേർത്ത് നിൽക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ തൻ്റെ അടുത്ത് നിസ്കാരത്തിൽ ഇത്ര വലിയ ഇബാദത്തിൽ അയൽവാസിയായി നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന ഈ മുഅ്മിനായ സഹോദരനെ ഒരു നിലക്കും പ്രയാസപ്പെടുത്താൻ പാടില്ല. ആ പ്രയാസപ്പെടുത്തലുണ്ടായാൽ അത് ഉലുവ് എന്ന് പറയുന്ന അപകടത്തിലേക്കാണ് ഇവർ ചെന്നത്. ഉലുവ് എന്ന് പറയുന്ന പരിധിയുടെ അപ്പുറത്തേക്ക് കടക്കും. അത് വലിയ പ്രയാസങ്ങളാണ്. ശരിക്കും അവിടെ ഇബാദത്ത് ചെയ്യാൻ ഈ തൻ്റെ അടുത്ത് നിൽക്കുന്ന മുസ്ലിമായ സഹോദരന് സൗകര്യമില്ലാത്ത നിലക്ക് പ്രയാസപ്പെടുത്തും. എന്നാൽ ഇതിൽ തഖ്സീർ, വീഴ്ച വരുത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ പള്ളികളിൽ ചെന്നാൽ, ഇവിടെ കോവിഡ് ഉണ്ടായിരുന്ന കാലത്ത് ആളുകൾ വിട്ടുനിൽക്കണമെന്ന് ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ആളുകൾ കൊടുത്ത നിർദ്ദേശം ഇപ്പോഴും കൃത്യമായി ഏകദേശം ആ രൂപത്തിൽ പാലിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും സഫിൻ്റെ കാര്യത്തിൽ, അല്ലേ? അങ്ങനെയല്ല നിൽക്കുക.
അടുത്തേക്ക് കാല് വെച്ചാൽ വീണ്ടും വലിക്കും, പിന്നെ വെച്ചാൽ പിന്നെയും വലിക്കും, പിന്നെ വെച്ചാൽ പിന്നെയും വലിക്കും, പിന്നെ വെച്ചാൽ ചിലപ്പോൾ ചവിട്ട് കൊട്ടും. അങ്ങനെ ചില ആളുകൾ സഹോദരന്മാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ തഖ്സീറാണ്, വീഴ്ച വരുത്തുകയാണ്. കൃത്യമായി നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യാതെ, തൻ്റെ അടുത്തുള്ള സഹോദരനെ പ്രയാസപ്പെടുത്താതെ അവൻ്റെ കാലിലേക്ക് ഇവൻ്റെ കാല് ചേർത്ത് നിൽക്കണം. അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ്. വതറാസു, നിങ്ങൾ ചേർന്ന് നിൽക്കുകയും. ആ ചേർന്ന് നിൽക്കൽ കൊണ്ട് തൻ്റെ ഇടത്തും വലത്തുമുള്ള സഹോദരന് പ്രയാസം ഉണ്ടാക്കാനോട് പാടില്ല. വേറെ ചില ആളുകൾ സൊഫിൻ്റെ സമയത്ത് അവർ നിൽക്കുകയാണെങ്കിൽ അവരുടെ ബോഡിക്കും ശരീരത്തിനും അല്ലാത്ത ആവശ്യമില്ലാത്ത നിലക്ക് കാലകത്തി വെക്കും. അത് ഈ ഒലുവിലേക്ക് പോകുന്നതിൻ്റെ ഒരു രൂപമാണത്. ഒരാൾ നിസ്കാരത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കൃത്യമായിട്ട് ഒരു ചാണ നിൽക്കേണ്ടി, എത്ര അവൻ രണ്ട് കാലും അകത്തി വെക്കേണ്ടത്, അതിൻ്റെ മേൽ കൃത്യമായി ഹദീസുകളിൽ തെളിവുകൾ വന്നിട്ടില്ലെങ്കിലും ഒരാൾ സാധാരണ ആശ്വാസത്തിൽ നിൽക്കാൻ ഏതകലത്തിലാണ് അവൻ നിൽക്കേണ്ടത്, അത്രേ അവൻ്റെ കാല് വെക്കാൻ പാടുള്ളൂ. അതല്ലാതെ അതിലേറെ അകത്തി ഈ നൃത്തം നിന്ന് ഖുശൂ ആണ് എന്നാരും പറയാൻ നിൽക്കരുത്. അത് ഒലുവിലേക്ക് പോകും. ചില ആളുകൾ റുക്കൂഴ് ചെയ്യുമ്പോൾ അവർ റുക്കൂയിലേക്ക് അങ്ങോട്ട് താന്നു പോയി, കൈയൊക്കെ ഇങ്ങനെ വളച്ചിട്ട് താന്നു പോയി ഏകദേശം സുജൂദിലേക്ക് ഇങ്ങോട്ട് ആകുന്ന ആ രൂപത്തിൽ നിൽക്കുന്ന ഒലുവിലേക്ക് പോകും. അത് സുന്നത്തല്ല, അത് ഇബാദത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമമായിട്ട് ഒരു കയറ് കെട്ടിയതുപോലെ അവൻ്റെ മുട്ടിലേക്ക് അവൻ്റെ കൈ നിൽക്കുന്ന ആ അകലത്തിൽ, ആ രൂപത്തിൽ തലയും മുതുകും സമമാണ് എന്നുള്ള ആ രൂപത്തിൽ നിൽക്കാനാ കൽപ്പിച്ചത്. അതിലേറെ താഴ്ചയിലേക്ക് റുക്കൂയിലേക്ക് പോയാൽ അത് ഉലുവ് എന്ന് പറയുന്ന ഈ അപകടത്തിലേക്ക് ഈ വ്യക്തി എത്തിക്കും. അത് ഇബാദത്തല്ല, അത് സുന്നത്തല്ല, അത് സുന്നത്തിന് വിരുദ്ധമാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ശ്രദ്ധിക്കാതെ നിന്നാൽ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ഈ കാര്യം അത് മനസ്സിലാക്കാതെ പോയാൽ ഒലുവിലേക്ക് ആളുകൾ എത്തും, പരിധിയുടെ അപ്പുറത്തേക്ക് പോകും. പ്രവർത്തനങ്ങളിൽ ഇതുണ്ടാകും, വിശ്വാസപരമായ കാര്യങ്ങളിലുണ്ടാകും, നിലപാടുകളിലുണ്ടാകും. അത് നമ്മെ ദീനിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കും ചെയ്യും. യംറുഖൂന മിനദ്ദീനി മുറൂഖ സഹമി മിനർ റമിയ. ഇങ്ങനത്തെ ഒലുവിലേക്ക് ആളുകൾ പോയി വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് എങ്ങനെയാണോ പുറത്തേക്ക് പോകുന്നത് അതുപോലെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും. പിശാച് അങ്ങനെ പുറത്തേക്ക് ചാടിക്കും ആളുകളെ. അത് നമ്മൾ ശ്രദ്ധിക്കണം. തഖ്സീർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ വീഴ്ച വരുത്തുക, ദീനിൻ്റെ ഓരോ കാര്യങ്ങൾ, അതൊന്നും പ്രശ്നമല്ല, അതൊന്നും വിഷയമല്ല. ഏത് കാര്യങ്ങൾ, അതൊന്നും വിഷയമല്ല. ദീനിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം, അത് വിഷയമാണ്. അതിന് വിരുദ്ധമായി അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ അത് വിഷയമല്ല, ഇത് വിഷയമല്ല എന്ന് പറഞ്ഞ ആളുകൾ നിസ്സാരവൽക്കരിച്ചാൽ വീഴ്ച വരുത്തലാണ്. ആ വീഴ്ച വരുത്തലോടുകൂടെ ഇവൻ പിന്നീട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ കുറവ് വരുത്തി, വീഴ്ച വരുത്തി ദീനുൽ ഇസ്ലാമിൽ നിന്ന് ആ വ്യക്തി പുറത്തു പോകും. പിശാച് ദീനിനോട് പ്രത്യേകിച്ച് താല്പര്യം കുറവുള്ള ആളുകളെ പിടികൂടുന്ന മാർഗമാണ്. താല്പര്യമില്ലാത്ത, അത്ര വലിയ താല്പര്യവും ഹിർസും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ദീനിൻ്റെ കാര്യങ്ങൾ ഓരോന്നും നിസ്സാരവൽക്കരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അതൊന്നും വിഷയമല്ല. ഇബാദത്ത് കൃത്യമായി പാലിക്കുന്ന വിഷയം അതൊന്നും വിഷയമല്ല. വേഷവിധാനങ്ങളിൽ അതൊന്നും വിഷയമല്ല. അത്ര ഗൗരവമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അത്ര ശ്രദ്ധയൊന്നും വിഷയം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഈ വ്യക്തികളെ തഖ്സീറിലേക്ക്, വീഴ്ചയിലേക്ക് കൊണ്ടും. ദീനുൽ ഇസ്ലാം അത് രണ്ടിൻ്റെയും ഇടയിലാണ്. ഈ ഗുലുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലിപ്പോൾ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഈ മാസം വന്ന സമയമാണ്. ഇത് വരാൻ കാത്തു നിൽക്കുകയാണ് ഖുറാഫികളായ ആളുകൾ, ഖുബൂരികളായ ആളുകൾ, സൂഫികളായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ മാസം വരാൻ കാത്തു നിൽക്കുകയാണ്. അതുവരെ മൗനികളാണ് അവർ. ഈ വിഷയത്തിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഉലുവ്, പരിധിയുടെ അപ്പുറത്തേക്ക് ആളുകൾ പോയിക്കൊണ്ട് അവർക്ക് ഇതിൽ പ്രചോദനമായി അവരുടെ ഈ മീലാദ് ആഘോഷങ്ങളിലും സദസ്സുകളിലും നിരന്തരം അവർ പാടിക്കൊണ്ടിരിക്കുന്ന ബുർദ എന്ന് പറയുന്ന ഒരു പദ്യസമാഹാരമൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പരസ്യമായിട്ടൊക്കെയാണ് അവരിതിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പലപ്പോഴും. അതിൽ ഈ ബുർദയിൽ ആ മനുഷ്യൻ പറയുന്ന ചില ഈരടികളുണ്ട്, ചില വാക്കുകൾ. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. നമ്മൾ ഈ സദസ്സിൽ വെച്ച് പലപ്പോഴും മുമ്പും ഈ പദ്യങ്ങളൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ. കേട്ടില്ല, അറിഞ്ഞില്ല എന്നാരെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ എക്സ്ക്യൂസ് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ പദ്യത്തിൽ ഈ മനുഷ്യൻ പറയുന്നത് യാ അക്രമൽ ഖൽഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, ഹുബ്ബ് പരിധിയുടെ അപ്പുറത്തേക്ക് കടന്ന് ഉലുവിലെത്തിയിട്ട് ആ മനുഷ്യൻ പറയുന്ന വാക്കുകളാണ്. ബഹുമാന ആദരണീയരായ സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയരായവരെ, മാലിമൻ അലൂദു ബിഹി,
എനിക്ക് അഭയം തേടാൻ ആരും തന്നെയില്ല സിവാക്ക നിങ്ങളല്ലാതെ. എപ്പോ ഇന്ദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, ആളുകളെ മൊത്തം അപകടത്തിൽപ്പെടുത്തുന്ന വലിയ വിപത്തുകൾ വരുന്ന സമയത്ത് എനിക്ക് അഭയം തേടാൻ നിങ്ങളല്ലാതെ മറ്റ് ആരും തന്നെയില്ല. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള ഒരിക്കൽ ഈ പദ്യം പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കാണ്, സദസ്യരോട് ചോദിക്കാണ് അദ്ദേഹം, ഈ പദ്യം ഒരാൾ അള്ളാഹുവിനോട് പറഞ്ഞു എന്ന് കൂട്ടിക്കോളി. അള്ളാഹുവിനോട് യാ ഹയ്യു യാ ഖയ്യൂം, ഉദാഹരണത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവേ മാലി മൻ അലൂദ് ബിഹി സിവാക്, എനിക്ക് അഭയം തേടാൻ നീയല്ലാതെ മറ്റു ആരും ഒന്നും തന്നെയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിയാണോ തെറ്റാണോ? ശരിയാ തെറ്റാ? മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ദുആ ചെയ്ത് പറഞ്ഞു ഒരാൾ യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവേ ഞാൻ വലിയ വിപത്തിൽ അകപ്പെടുന്ന സമയത്ത് എനിക്ക് അഭയം തേടാൻ നീയല്ലാതെ മറ്റു ഒന്നും ആരും തന്നെയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു വാക്കാണോ? 100% ശരിയാണ്. തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. ആ പറയുന്ന വാക്ക് അള്ളാഹുവിനോട് പറയുന്ന തൗഹീദാണെങ്കിൽ അതേപോലെ അത് വാക്ക് മുഹമ്മദ് നബിയോട് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താ? ആ പറയുന്ന വാക്കിന്റെ അതിന്റെ ഗൗരവം എത്രയാണ്? തുടർന്നുകൊണ്ട് വീണ്ടും പറയാണ്, ഇല്ലം തകുൻ ഫീ മആദി ആഖിദൻ ബിയദി, പരലോകത്ത് വരുന്ന സമയത്ത് പ്രവാചകരെ നിങ്ങൾ എന്റെ കൈ പിടിച്ചിട്ട് എന്നെ സ്വർഗത്തിലേക്ക് നേരെ കൊണ്ടുപോയി രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫളൻ, അത് നിങ്ങൾ ഔദാര്യമായിട്ട്, വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, അങ്ങനെങ്ങാളും എന്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ മഹ്ശറയിൽ എന്റെ കൈയും പിടിച്ച് നിങ്ങൾ ഔദാര്യം നിനക്ക് സ്വർഗത്തിൽ കൊണ്ടുപോയി കടത്തിയിട്ടില്ലെങ്കിൽ എന്റെ പതർച്ച, എന്റെ പരാജയമേ എന്ന് പറയേണ്ടി വരും റസൂലിനോട്. തയ്യിബ് വീണ്ടും പറയാണ്, ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, ഈ പറയുന്ന ദുനിയാവും അതിന്റെ നേരെ വിപരീതമായി അവിടെ നിൽക്കുന്ന പരലോകമൊക്കെ നിങ്ങൾ ഔദാര്യമാണ്. ലൗഹുൽ മഹ്ഫൂദിൽ ഖലം എഴുതി വെച്ച ആ വിവരങ്ങളും വിജ്ഞാനങ്ങളും ഇൽമു മുഴുവനും അത് നിങ്ങളുടെ ഇൽമാണ്, ഒക്കെ നിങ്ങൾക്കറിയും. ഈ പറയുന്ന വാക്കുകളൊക്കെ ഒരാൾ അള്ളാഹുവിനോട് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അത് യഥാർത്ഥ തൗഹീദാണ്. അള്ളാഹുവിൽ നമുക്കുള്ള വിശ്വാസവുമാണ്. അള്ളാഹുവാണ് എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവൻ. ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുഖർറബീങ്ങളായ മലക്കുകൾക്ക് പോലും അറിയുകയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ. അവനാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്, അവന്റെ ജൂതും അവന്റെ കറമുമാണ്. ഈ പറയുന്ന ഖുറാഫാത്തിന്റെ ഷിർക്കിന്റെ വചനങ്ങൾ ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഇങ്ങനത്തെ വചനങ്ങൾ പറയാൻ ഇവരെ പ്രേരിപ്പിച്ചത്, ഇവർക്ക് പ്രചോദനമായി ഇങ്ങനത്തെ പദ്യങ്ങൾ എഴുതിണ്ടാക്കിയ ആളുകളെ ചെന്നുപെടുത്തിയ അപകടം ഗുലുവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പരിധി വിട്ട് കടന്നുകൊണ്ട് ഈ പറയുന്ന സ്നേഹം അത് പരിധി വിട്ട് കടന്ന് പിശാച് അവരെ അപകടപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തത്റൂനി, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നസാറാക്കൾ പരിധി വിട്ട് കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ പുത്രനാണ്, സാലിസ് സലാസത്താണ്, മൂന്നിൽ ഒരാളാണ് എന്ന് പറഞ്ഞ് പരിധി വിട്ട് കടന്ന് പൊക്കി പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾ എന്നെ പൊക്കി പറയരുതേ, അതുപോലെ നിങ്ങൾക്ക് ഈ ഗുലുവ്, ഈ അപകടം നിങ്ങളെടുത്ത് പറ്റരുതേ, അതുണ്ടാകും എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് പ്രവചിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയെ പറഞ്ഞു പൊക്കി, അള്ളാഹുവിന്റെ പുത്രനാണ്, മൂന്നിൽ ഒരാളാണ്, ആരാധനക്കർഹനുള്ള മൂന്നിൽ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും എന്നെ പറഞ്ഞ് ഉയർത്തരുതേ. ഫഖൂലു ഇന്നമാ അന അബ്ദുൻ, നിശ്ചയം ഞാൻ അടിമ മാത്രമാണ്, ആരാധനയുടെ ഒരു അവകാശങ്ങളും ഉലൂഹിയത്ത് റുബൂബിയത്തിൽപ്പെട്ട ഒന്നും തന്നെ എനിക്കില്ല. നിങ്ങൾ പറയാ അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നിങ്ങൾ പറയുക. എന്നെക്കുറിച്ച് അള്ളാഹുവിന്റെ അടിമയാണ്, ഇബാദത്തിന്റെ ഒരു അവകാശവും എനിക്കില്ല, അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ കൊണ്ടുവന്ന സന്ദേശം വഹയ്യ് ശറഅ് ദീന് അത് നിങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരുമാണ് എന്ന് പറയണമെന്ന് പറയും. ചുരുക്കത്തിൽ ഇതുപോലത്തെ അപകടത്തിൽ ആളുകൾ ചെന്ന് ചാടും. ഈ ഗുലുവ് എന്ന് പറയുന്നത് ഉണ്ടായാൽ ദീനുൽ ഇസ്ലാമിൽ ഈ ഗുലുവ് ഒരിക്കലും ഇല്ല. അതേപോലെ തന്നെ തഖ്സീറുമില്ല. അതിൽ നിർബന്ധമായ ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ അത് കൃത്യമായി ആളുകൾ പാലിച്ചേ മതിയാകൂ. അതേപോലെ തന്നെ വബൈന തശ്ബീഹി വത്തഅ്തീൽ, അത് നമ്മൾ മുമ്പ് ഈ പറയുന്ന കിതാബിന്റെ ദർസുകളിൽ മുമ്പ് പറഞ്ഞതാണ്. അള്ളാഹുവിനെ, അവന്റെ സിഫാത്തുകൾ, അവന്റെ നാമങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് തശ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ഉപമിച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറയാം. അള്ളാഹു ഇന്നതുപോലെയാണ്, അള്ളാഹുവിന്റെ മുഖം ഇപ്രകാരമാണ്, അള്ളാഹുവിന്റെ കരങ്ങൾ ഇന്നതുപോലെയാണ് എന്ന് സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനോട് ഉപമിച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറയാം.
അതൊരിക്കലും ദീനുൽ ഇസ്ലാമിലില്ല. അള്ളാഹുവിനെ കുറിച്ച് നമ്മളങ്ങനെ പറയാനും ഊഹിക്കാനും പാടില്ല. അതിൻ്റെ നേരെ വിപരീതമായി മറ്റൊരു വിഭാഗം ആളുകൾ വത്തഅ്തീൽ, വിശ്വാസപരമായ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ കൂടെയോ വന്ന ഒരു വിശേഷണം അതിനെ നിഷേധിക്കയില്ല എന്ന് പറയാം. അത് ദീനുൽ ഇസ്ലാമിൽ ഒരിക്കലും ഇല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും ഉണ്ട് എന്ന് നമുക്ക് വിവരം തന്ന അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും നമ്മളത് അംഗീകരിക്കും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ സൃഷ്ടികൾപ്പെട്ട ഏതെങ്കിലും ഒന്നിനോട് ഉപമിക്കുകയോ താരതമ്യം ചെയ്യുകയോ സാമ്യപ്പെടുത്തുകയോ ചെയ്യുകയുമില്ല. വബൈനൽ ജബരി വൽ ഖദർ, ജബർ എന്ന് പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഈ പറയുന്ന കിതാബിൻ്റെ ദർസുകളിൽ മുമ്പ് പറഞ്ഞതാണ്. ജബർ എന്ന് പറഞ്ഞാൽ അടിമകളായ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അടിമകൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവോ ഒരു സ്വാതന്ത്ര്യ അധികാരമോ ഇല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ പറയുമ്പോൾ അത് പറയേണ്ടതാണ്, അത് വിശ്വസിക്കേണ്ടതാണ്, അത് ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും അവൻ്റെ സൃഷ്ടികളുടെ കാര്യങ്ങൾ മുഴുവനും മുമ്പ് തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അത് സത്യമാണ്, അത് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അവിടെ അവർ ഒന്നുകൂടി കൂട്ടിയിട്ട് അടിമക്ക് പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യന്ത്ര തുല്യമായി കറങ്ങുക എന്നുള്ളതല്ലാതെ നല്ലത് ഇന്നതാണ്, ചീത്തയായ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് തെരഞ്ഞെടുത്ത് ഒരു സ്വാതന്ത്ര്യ അധികാരം അടിമക്ക് ഇല്ല. യന്ത്രതുല്യമായി അവനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇതാണ് ജബർ എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ആകത്തുക. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമാണ്. ജബർ എന്ന് പറയുന്നത് ഇതാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞു. സൃഷ്ടികളായ നമുക്കിനി പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യമോ എന്തെങ്കിലും നല്ലത് ചീത്ത എന്നുള്ള തെരഞ്ഞെടുത്ത് ചെയ്യാനുള്ള യാതൊരു കഴിവും യാതൊരു പ്രാപ്തിയും യാതൊരു സൗകര്യവും ഇല്ല എന്ന് പറയും. ഖദർ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥലത്ത് ഖദരികൾ എന്ന് പറയുന്ന അവരുടെ വിശ്വാസം ഖദറിനെ നിഷേധിക്കൽ, ഈ പറയുന്നതിന് നേരെ വിരുദ്ധം. കാര്യങ്ങളൊന്നും അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. പൂർണ്ണ സ്വതന്ത്രരാണ് അടിമകൾ, സൃഷ്ടികൾ എന്നുള്ളത്. ഖദറിനെ നിഷേധിക്കുന്നവർ. അത് രണ്ടിൻ്റെയും ഇടയിലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ദീനുൽ ഇസ്ലാമിന്റെ ആദർശം കാര്യങ്ങൾ മുഴുവനും അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്, വിധിച്ചിട്ടുണ്ട്. അതോടുകൂടെ സൃഷ്ടികൾക്ക് ചെയ്യാൻ പ്രവർത്തിക്കാൻ നല്ലത് ഇന്നതാണ്, ചീത്തയായ കാര്യങ്ങൾ ഇന്നതാണ് എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി തെരഞ്ഞെടുത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം നല്ല നിലക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ പ്രതിഫലങ്ങൾക്ക് അവർക്ക് ബഹുമാനാദരവിന് അർഹരാകുന്നു. അത് അവർ ദുരുപയോഗം ചെയ്ത് അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം തെറ്റായ പാപകരമായ കാര്യങ്ങൾ ചെയ്യാൻ അവർ ഉപയോഗപ്പെടുത്തി ദുരുപയോഗം ചെയ്തപ്പോൾ അവർ പാപികളും അതികഠിനമായ ശിക്ഷക്ക് അവർ വിധേയരാകുന്നു എന്നുള്ളത്. അതേപോലെ ബൈനൽ അംനി വൽ ഇയാസ്, ഇതൊക്കെ മുമ്പുള്ള ദർസുകളിൽ പറഞ്ഞതാണ്. ഓരോ വിഷയങ്ങളും അല്പ വിശദീകരണത്തോടു കൂടെ തന്നെ കഴിഞ്ഞുപോയ ക്ലാസ്സുകളിൽ പറഞ്ഞത്. അംനി എന്ന് പറഞ്ഞ നിർഭയത്വമാണ്. ഇയാസ് എന്ന് പറഞ്ഞ നിരാശയാണ്. നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ നമ്മൾക്ക് വീഴ്ചകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അള്ളാഹു എന്നെ രക്ഷിക്കും, അള്ളാഹുവിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരും, ബഹുമാനാദരവുണ്ടാകും, രക്ഷപ്പെടും എന്ന് പറയുന്ന നിർഭയത്വം. അള്ളാഹുവിന്റെ ശിക്ഷയൊന്നും വരൂല, പരീക്ഷണങ്ങൾ എന്നെ പിടികൂടൂല, എനിക്ക് വമ്പിച്ച പ്രതിഫലങ്ങളും കാര്യങ്ങളും പരലോകത്ത് ബഹുമാനും ആദരവുകളും അതൊക്കെ ഉണ്ടാകും, ഈ ലോകത്ത് സുരക്ഷിതനായിട്ട് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകാൻ കഴിയും എന്ന് പറയുന്ന മാനസികാവസ്ഥ. പൂർണ്ണമായ നിർഭയത്വത്തോടുകൂടെ ഇയാസ് എന്ന് പറഞ്ഞ നിരാശയിലേക്ക് പോകുക മനുഷ്യൻ. തെറ്റുകളും പാപങ്ങളും പറ്റിയതിൻ്റെ പേരിലും വിപത്തുകളും ദുരിതങ്ങളും പറ്റിയതിൻ്റെ പേരിലൊക്കെ ഇനിയൊന്നും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, എനിക്കൊന്നും ഇനി കരകയറാൻ പോകുന്നില്ല എന്നുള്ള നിരാശയിലേക്ക് പോകുക. നിർഭയത്വം ഒരാളെ പിടികൂടുന്നതിനനുസരിച്ച് അഹങ്കാരം ധിക്കാരത്തിലേക്ക് കൂടുതൽ ആ വ്യക്തി പോകും. നിരാശ ഒരു മനുഷ്യനെ പിടികൂടി അത് ഒരു മനുഷ്യൻ്റെ അടുത്ത് അത് കൂടുതലാകുന്നതിനനുസരിച്ച് അവൻ്റെ ആത്മഹത്യയിലേക്കും വലിയ അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ
ധാരണകളും വിശ്വാസങ്ങളിലേക്കും പോയി അവസാനം ആത്മഹത്യ പോലത്തെ അപകടങ്ങളിലേക്ക് പോകും. മുഅ്മിനായ മനുഷ്യൻ അത് രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം. ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അങ്ങനെയാണ് താനും. വകാനു യദ്ഊനന റഗബൻ വറഹബൻ എന്നാണ് അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത്, അവനോട് ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ ശിക്ഷകളെക്കുറിച്ച് ഭയമുള്ളവരും മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിനെ കുറിച്ച് അതിയായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരുമായിരുന്നു. അർ റജാ വൽ ഖൗഫ് എന്ന പേരിലൊക്കെ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തലുണ്ട്. ഒരു ഭാഗത്തിൽ കൂടെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അതിയായ പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്തണം. ഏത് തന്നെ തെറ്റുകളും പാപങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും, ദുരിതങ്ങളും വിപത്തുകളും നമ്മെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ ശക്തമായ പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നിരാശയിലേക്ക് പോകരുതേ. അതോടുകൂടെ നമ്മളെടുത്ത് വരുന്ന തെറ്റുകളും വീഴ്ചകളും പാപങ്ങളും അനുസരിച്ച് നമ്മൾ എത്ര നിസ്സാരമാണ് എന്ന് തോന്നിയാൽ പോലും അത് വലിയ പാപങ്ങളാണ്. ഉന്നതനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെ എതിര് ചെയ്യുക എന്നുള്ളതാണ് എന്ന മാനസികാവസ്ഥയിൽ ഒരിക്കലും നിർഭയത്വം വെച്ച് പുലർത്താതെ തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും പോയി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടിലേക്ക് നമ്മൾ പോകണം. അങ്ങനെയാണ് ദീനുൽ ഇസ്ലാം. ഫഹാദാ ദീനുന വഅതിഖാദുന ളാഹിറൻ വബാത്തിനൻ. ഈ പറഞ്ഞത്, ഈ പുസ്തകത്തിന്റെ തുടക്കം മുതൽ ഈ പറയുന്ന സമയം വരെയുള്ള ഈ കാര്യങ്ങൾ മഹാനായ പണ്ഡിതൻ എഴുതുകയും പറയുകയും നമുക്ക് അത് എത്തിക്കുകയും ചെയ്ത ഈ വിഷയങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. പ്രവാചകന്മാരെക്കുറിച്ച്, മലക്കുകളെക്കുറിച്ച്, ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ വിശ്വാസത്തിലെടുക്കേണ്ട, അവന്റെ ആദർശമായി കൊണ്ടു നടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, സഹാബത്തിനെ കുറിച്ച്, അഹ്ലു ബൈത്തിനെ കുറിച്ച്, അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളെക്കുറിച്ച്, മറ്റുള്ള ഇങ്ങനത്തെ പരലോകത്തിലുള്ള കാര്യങ്ങൾ, ഖബറിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ, പരീക്ഷണങ്ങൾ, ശിക്ഷകൾ, ഇങ്ങനത്തെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞതാണ്. നമ്മുടെ ദീൻ, നമ്മുടെ ആദർശം അതാണ്, നമ്മുടെ വിശ്വാസം അതാണ്. ളാഹിറൻ വബാത്തിൻ, ഉള്ളും പുറവും. നമ്മൾ ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് പറയല്ല. നമ്മൾ പരസ്യമായി പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ് എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തന്ന് അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, ആദർശം അത് തന്നെയാണ്. വനഹ്നു ബറാഉൻ ഇലല്ലാഹി, നാം അള്ളാഹുവിലേക്ക് ഞങ്ങൾ മുക്തരാണ്, അള്ളാഹുവെ ഞങ്ങൾ ഒഴിവാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മിൻ കുല്ലി മൻ ഖാലഫല്ലദീ ദക്കർനാഹു വബയ്യന്ന. ഈ പുസ്തകത്തിൽ, ഈ കിതാബിൽ നമ്മൾ ഇതിൽ പറയുകയും വ്യക്തമാക്കി വിവരിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും വിഷയങ്ങളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ് അല്ലാഹുവേ എന്ന് അവനെ ഞങ്ങൾ അറിയിക്കുകയാണ്, അള്ളാഹുവിലേക്ക് അത് പ്രഖ്യാപിക്കുകയാണ്. വനസ്അലുല്ലാഹ തആല അൻ യുസബ്ബിതനാ അലൽ ഈമാൻ. ഈ പറയുന്ന ആദർശങ്ങൾ ഇത് വിശ്വാസമായി എടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ എന്നവനോട് നാം ദുആ ചെയ്യുകയാണ്. വയഖ്തിമ ലനാ ബിഹി. ഈ പറയുന്ന ആദർശത്തിൽ അടിയുറച്ചു പോകണം. നമ്മൾ ഈ പറയുന്ന ആദർശം സ്വീകരിച്ചവരായി ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം അവസാനിച്ചു കിട്ടും വേണം. മരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വിശ്വാസവും ആദർശവും ഈ ദീനും അത് മുറുകെ പിടിച്ച് അതിലായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം അള്ളാഹുവിനോട് അത് ചോദിക്കുന്നു. വയാസിമന, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മിനൽ അഹ്വാഇ അൽ മുഖ്തലിഫ, വിഭിന്നമായ ഹവകൾ, ദേഹ ഇച്ഛകൾ. പല ആളുകൾക്കും പല ജാതി ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ചിന്താഗതികളും തോന്നലുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. അങ്ങനത്തെ വിഭിന്നമായ ഹവകൾ, ദേഹ ഇച്ഛകൾ, ദീനിന് വിരുദ്ധമായി അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം തരട്ടെ. ഖുർആന് സുന്നത്തിനോട് പിൻപറ്റുക. മുൻഗാമികളായ സലഫുകൾ ആ പറയുന്ന കിതാബും സുന്നത്തും മനസ്സിലാക്കി മാതൃകയാക്കിയതുപോലെ അതിൻ്റെ വിശദീകരണമാണ് ഈ പണ്ഡിതൻ നമുക്ക് ഇതിൽ എഴുതി വിവരിച്ച് നൽകിയത്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അത് പാഠമാക്കിയെടുത്ത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാത്ത തോന്നലുകളോ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഏത് രൂപത്തിലാണെങ്കിലും എത്ര വിഭിന്നമാണെങ്കിലും അള്ളാഹു അതിൽ നമുക്ക് രക്ഷയും സുരക്ഷയും നൽകുമാറാവട്ടെ. വൽ ആറാഇൽ മുതഫർരിഖ, സമുദായത്തിനെ പല കക്ഷികളും പാർട്ടികളും സംഘങ്ങളുമാക്കി ഛിന്ന ഭിന്നമാക്കിയ പല ജാതി അഭിപ്രായങ്ങളുണ്ട്, പല ജാതി ചിന്താഗതികളുണ്ട്. അതിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. വൽ മദാഹിബിർ റദിയ, വില കുറഞ്ഞ പല ജാതി കാഴ്ചപ്പാടുകൾ, പല മദ്ഹബുകൾ നമ്മളിതിൽ ഒരുപാട് പറഞ്ഞു. ഷിയാക്കളൊരു വിഭാഗങ്ങൾ, ഖവാരിജുകൾ വേറെ വിഭാഗങ്ങൾ, അശ്അരികൾ വേറെ രൂപങ്ങൾ, ഖുറാഫികൾ വേറൊന്ന്, സൂഫികൾ മറ്റൊന്ന്. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിൽ വിഭിന്നമായ ധാരാളം കക്ഷികളും സംഘങ്ങളും പാർട്ടികളും കാഴ്ചപ്പാടുകാരുമുണ്ട്.
അതിൽ നിന്ന് മുഴുവനും അള്ളാഹു നമ്മെ രക്ഷിച്ച് സുരക്ഷിതരാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ ആ അഖീദ, ആ വിശ്വാസം, അതിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റായ വില കുറഞ്ഞ ചീത്ത മദ്ഹബുകൾ, നിലപാടുകാർ, അതിൽപ്പെട്ട മിഥ്ലൽ മുശബ്ബിഹ, നമ്മൾ പറഞ്ഞു അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ഉപമിക്കുന്നവർ, മുഅ്തസിലത്ത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിഷേധിക്കുന്നവർ, ജഹ്മിയത്ത് എന്ന് പറയുന്നവർ, ജബരിയത്ത് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന ഖദർ ജബറി എന്ന് പറഞ്ഞുകൊടുത്ത് ആളുകൾ അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ജഹ്മിയത്ത് പോലത്തവർ, അള്ളാഹുവിന്റെ തീരുമാനം മാത്രമേ ഉള്ളൂ, സൃഷ്ടികൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം മറുവശത്തുള്ള ആളുകൾ, അതേപോലെ വൽ ഖദരിയത്തി വഗൈരിഹിം, മറ്റുള്ള ആളുകൾ, നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികൾ, ഈ പറയുന്ന ഉലുവും ഷിർക്കും ഖുറാഫാത്തും സൂഫിയത്തും അത് ദീനായിട്ടെടുത്ത മുദബ്ബിറുൽ ആലം ഈ പറയുന്ന നാട്ടിലുള്ള വ്യക്തികളാണ് എന്ന് പറഞ്ഞ ഷിർക്കിന്റെ കാര്യങ്ങൾ പരസ്യമായി പറയുകയും പ്രചരിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഇത്ര വൃത്തികെട്ട ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പോലും ചെയ്യാൻ മടിച്ചു നിന്ന കാര്യങ്ങൾ പരസ്യമായി പറയുന്ന ആളുകൾ, വഗൈരിഹിം മറ്റുള്ളവർ, മിനല്ലദീന ഖാലഫു സുന്നത്ത വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിനോട് വിരുദ്ധമായി ജീവിക്കുന്ന ആളുകൾ, വഹാലഫുൽ ളലാല, വഴികേട് ആരൊക്കെ എവിടുന്നൊക്കെ കൊണ്ടുവന്നുവോ അത് മുഴുവനും അതിന്റെ ഭാഗങ്ങളും അതിന്റെ സഹായികളും അതിന്റെ വക്താക്കളുമായി പോകുന്ന ആളുകൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എവിടൊക്കെയുണ്ടോ അതിനൊക്കെ വിരുദ്ധമായി ജീവിക്കുന്നവർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ വഴികേടിന്റെ ആളുകൾ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ മാർഗത്തിലുണ്ടോ അവരൊക്കെ കൂടെ കൂടി അവരുടെ സഹായികളും അവരുടെ ഭാഗവാക്കും ആയി പോകുന്ന ആളുകൾ, അവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്നുള്ളതാണ്. വനഹനു മിൻഹും ബറാ, അവരിൽ നിന്നൊക്കെ നാം പൂർണ്ണമായി ഒഴിവായവരാണ്. അള്ളാഹുവിനോട് നാം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ 1, 2, 3 പദ്യസമാഹാരങ്ങൾ നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ ഭാഗങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞത് കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മഹത്തായ കിതാബ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിത് പൂർത്തിയാക്കാൻ, ഈ പറയുന്ന സദസ്സുകളിൽ കൂടെ പറഞ്ഞ് പൂർത്തിയാക്കാൻ, കേട്ട് പങ്കെടുക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദീനുൻ നബി മുഹമ്മദിൻ അഖ്ബാറു നിഅമൽ മതിയ്യത്തു ലിൽ ഫതാ ആഥാറു لا ترغبن عن الحديث وآله فالرأي ليل والحديث نهار ولربما جهل الفتى أثر الهدى والشمس بازغة لها أنوار. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൊണ്ടുവന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന് അത് അഖ്ബാർ, ഹദീസുകളാണ്. പരിശുദ്ധ ഖുർആന്റെ വിശദീകരണം, വ്യാഖ്യാനം എന്നുള്ള നിലക്ക് ഹദീസുകളാണ്. നിഅമൽ മതിയ്യത്തു ലിൽ ഫതാ ആഥാറു, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന് പറഞ്ഞ ആ ഹദീസുകൾ, പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം എന്നുള്ള നിലക്ക് ആ പറയുന്ന ഖുർആനും സുന്നത്തും ഒരാൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് അവന് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല വിഭവം. ഈ ലോകത്തും അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്ന സമയത്തും അവനുള്ള ഏറ്റവും നല്ല വിഭവം അതാണ്. ലാ തർഗബന്ന അനിൽ ഹദീസി വ ആലിഹി, പരിശുദ്ധമായ ഹദീസ്, അതിന്റെ വക്താക്കൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവരിൽ നിന്ന് ഒരിക്കലും നീ ഒഴിഞ്ഞു പിരിഞ്ഞു പോകരുതേ. അത് വേണ്ട എന്ന് പറഞ്ഞൊരിക്കലും അത് ഒഴിവാക്കാനും നിൽക്കരുതേ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളും അവരുടെ അധ്യാപനങ്ങളും ഒരിക്കലും ഒഴിവാക്കി പോകരുതേ, വേണ്ട എന്ന് പറഞ്ഞു പോകരുതേ. ഫർറഅ്യു ലൈലുൻ വൽ ഹദീസു നഹാറു, ആളുകളുടെ അഭിപ്രായങ്ങൾ, പല ജാതി ചിന്താഗതികളുണ്ടാകും. ഹദീസിന് വിരുദ്ധമായ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിന് വിരുദ്ധമായ പല അഭിപ്രായക്കാരുണ്ടാകും. അത് രാത്രിക്ക് തുല്യമാണ്, ഇരുൾ മുറ്റിയതായിരിക്കും, കൃത്യമായി നിനക്ക് വഴി മനസ്സിലാക്കാൻ കഴിയൂല. നേരെ മറിച്ച് വൽ ഹദീസു നഹാറുൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എവിടെ നിലപാട് സ്വീകരിക്കണം, എന്റെ വഴി എന്താണ്, കൃത്യമായി പച്ചപ്പകല് പോലെ കാര്യങ്ങൾ അവന് മനസ്സിലാകും. വലറുബ്ബമാ ജഹിലൽ ഫതാ അസറൽ ഹുദ, ഈ പറയുന്ന ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ അതിന്റെ ഫലം, അതിന്റെ ഗുണം ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയാതെ പോകും. വശംസു ബാസിഗത്തുൻ ലഹാ അൻവാറു, സൂര്യൻ അത് കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ടാകും, അതിന് പ്രകാശം ഉണ്ടാകും. പക്ഷെ ചില ആളുകൾക്ക് കാണാതെ അവർക്ക് അന്ധത ബാധിച്ചതുപോലെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകിയാൽ, അവനോട് നിരന്തരം അതിനുവേണ്ടി ദുആ ചെയ്താൽ, തേടിയാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഔദാര്യവാനാണ്, അവൻ നൽകും. ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നിരന്തരം കേട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഒരു വ്യക്തിക്ക് ഈ ലോകത്തും പരലോകത്തും ശരിയായ ഒരു മാർഗം സ്വീകരിച്ച്
മുന്നോട്ട് പോകാനോ രക്ഷപ്പെടാനോ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളോട് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ നൽകാനുള്ള നസീഹത്ത്, ഞാൻ ഈ പറയുന്ന പുസ്തകം നിങ്ങളുടെ മുന്നിൽ വെച്ച് വന്ന് പറയാൻ ആഗ്രഹിച്ചത് എനിക്ക് കൂടി പഠിക്കാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ വോയിസുകളും റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഇത് കേൾക്കാൻ, ഇത് മാത്രം എന്നുള്ളതല്ല, ഇതും ഇതുപോലത്തെ അധ്യാപനങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് വലിയ നേട്ടം അതുകൊണ്ടുണ്ടാകും. കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമ് നമുക്ക് ഉപകാരമുള്ളതാക്കി തീർക്കും. അങ്ങനത്തെ മഹത്തായ അധ്യാപനങ്ങളാണ് മഹാനായ പണ്ഡിതൻ ഇത് എഴുതി അദ്ദേഹത്തിൻ്റെ ശേഷം വരുന്ന കാലഘട്ടങ്ങൾക്ക് വേണ്ടി ഈ സേവനം ചെയ്തതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. നാഫിആയ ഇൽമിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഇൽമിനെ ആക്കി നൽകുമാറാവട്ടെ. നാം പറഞ്ഞതും കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിലും ദുനിയാവിലും ഉപകാരമുള്ള ഇൽമാക്കി തീർക്കുമാറാവട്ടെ. ഇത് പറയാനും കേൾക്കാനും നമ്മൾ ഉപയോഗപ്പെടുത്തിയ സമയങ്ങൾ അല്ലാഹു നമുക്ക് ഉപകാരമുള്ളതാക്കി തീർക്കുമാറാവട്ടെ. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു തരുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم وفقنا لما تحبه وترضى وثبتنا على دينك الإسلام. اللهم وفقنا لما وفقت له عبادك الصالحين وثبتنا على دينك الإسلام. يا حي يا قيوم يا ذا الجلال والإكرام يا أرحم الراحمين ويا خير الناصرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بالكفرة الظالمين المتكبرين المفسدين المجرمين. اللهم عليك بهم فإنهم لا يعجزونك. حسبنا الله ونعم الوكيل. اللهم رد المسلمين إلى كتابك وسنة نبيك محمد صلى الله عليه وسلم. اللهم وفقنا لاتباع أوامرك واجتناب نواهيك يا ذا الجلال والإكرام. പ്രിയപ്പെട്ട സഹോദരിമാരോട് കൂടി പ്രത്യേകിച്ച് ഞാൻ പറയാണ്, നിങ്ങൾക്കൊക്കെ ഒരുപാട് സമയങ്ങൾ എത്രയില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ മനസ്സ് വച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. ഉള്ള സമയങ്ങൾ നിങ്ങളൊന്ന് ഓർഡറാക്കി ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന അധ്യാപനങ്ങൾ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി കൃത്യതയുള്ള വ്യക്തതയുള്ള സഹോദരിമാരായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ഇബാദത്തുകളും നിങ്ങളുടെ വഴികളും അത് കൃത്യമാക്കി ശരിയാക്കാനും നിങ്ങളുടെ കീഴിലുള്ള കുഞ്ഞുങ്ങൾക്ക്, കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും അള്ളാഹുവിൻ്റെ ആദരവും ബഹുമാനവും സംരക്ഷണവും അത് ലഭിക്കുന്നവരാകാനും സാധിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ സദസ്സുകളിൽ വന്നു പോയി എന്നുള്ളതല്ലാതെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ അധ്യാപനങ്ങൾ പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. കൃത്യമായ വിവരമുള്ളവരായി ഇതുപോലത്തെ സദസ്സുകളിൽ ആഴ്ചകളിലും ദിവസങ്ങളിലും വർഷങ്ങളിലൊക്കെ വന്ന് ഒന്നും അറിയാത്തവരെ പോലെ നിങ്ങൾ ആവരുതേ. ബഹുമാനാദരവോടുകൂടെ ഈ പറയുന്ന കാര്യങ്ങൾ അത് മുഖവിലക്കെടുക്കാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ മുഅ്മിനീങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, അങ്ങനത്തെ സമൂഹത്തിനെ അവൻ ആദരിക്കും, ബഹുമാനിക്കും, സഹായിക്കും. വബില്ലാഹി അൽ ഇസ്മത്തു വത്തൗഫീഖ് വബില്ലാഹി ത്വയ്വഹും ഇൻദനാ ദുല്ലാലിൻ വഅർദിയ. ഈ പറയുന്ന മൻഹജിന് വിരുദ്ധമായി പോകുന്ന ആളുകൾ വഴിപഴച്ചവരാണ്, അവർ വില കുറഞ്ഞവരാണ്, നാം അവരിൽ നിന്ന് മുക്തരാണ്, ഒഴിവാണ്. വബില്ലാഹി അൽ ഇസ്മത്തു വത്തൗഫീഖ്. എല്ലാവിധ വിപത്തുകളിൽ നിന്നും എല്ലാവിധ വഴികേടുകളിൽ നിന്നും സുരക്ഷ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ, അവനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. വത്തൗഫീഖ്, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സഹായവും തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ നൽകുകയുള്ളൂ. നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി മിൽ അസ്സമാവാതി മിൽ അൽ അർളി വമിൽ അമാ ബൈനഹുമാ വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. എന്തെങ്കിലും ചെറിയ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ സഹോദരങ്ങളെ? ഇതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും